വാഗ്മയം ഭാഷാ പ്രതിഭ പരീക്ഷയുടെ 2022-23 LP വിഭാഗം ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തേത് ഒരു വിവരണം തയ്യാറാക്കാനാണ്. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ബലൂൺ, ചക്ക എന്നിങ്ങനെയാണ് വിഷയങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച് കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമുക്ക് 5 മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, അതിലെ ആശയം, ആ നൽകിയിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആശയമുണ്ടോ, അതിനോടൊപ്പം ഭാഷാപരമായ മികവ് ഉണ്ടോ, അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നുണ്ടോ, അത് എഴുതുന്നതിന്റെ സ്റ്റൈല്, കാവ്യാത്മകമായ ഭംഗി തുടങ്ങിയ ഭാഷാപരമായ കാര്യങ്ങൾ, ഭാഷാപരമായ മികവുകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് സ്കോറിംഗ് കീ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോ ചക്ക. ലോകത്തിലെ ഏറ്റവും വലിയ പഴമാണ് ചക്ക. ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചക്ക കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പൊ ഇത് എഴുതി പോകുമ്പോഴത്തേക്കും സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് എഴുതുക, ഓരോ ഫുൾ സ്റ്റോപ്പുകൾ കൊടുക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. അപ്പൊ ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് ഇത് വായിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നു. ഇതിലെ കണ്ടന്റ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോ കുട്ടി, ഇപ്പോൾ 1 തൊട്ട് 4 വരെയുള്ള കുട്ടിയാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവന്റെ അറിവ് ഈ കാവ്യാത്മക ശൈലിയിൽ എഴുതാനുള്ളത് ആയിട്ടില്ല. പകരം അവന്റെ മനസ്സിൽ തോന്നുന്ന ആശയം അവന് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞാൽ മതിയാകും. അപ്പൊ ചക്കയെക്കുറിച്ച് എന്തറിയാം? നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്, അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്, ചക്ക എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അത് അവന് മനസ്സിൽ തോന്നുന്ന എല്ലാ ആശയങ്ങളും, തെറ്റോ ശരിയോ ആകട്ടെ, അത് എഴുതാൻ രക്ഷിതാക്കൾ അവനോട് നിർബന്ധമായും പറയുക. 2-3 ഉദാഹരണങ്ങൾ ഇനിയുള്ള പരീക്ഷാ ദിവസങ്ങൾ വരെ അവന് 2-3 ഉദാഹരണങ്ങൾ നൽകുക. അപ്പോൾ കാറ്, സ്കൂള്, ബസ്, ആശുപത്രി, അങ്ങനെ വിവിധങ്ങളായ വാക്കുകൾ നൽകുക. ഇനി ഇതിന് ചെറുതായിട്ടുള്ള ഒരു രൂപം വൊക്കാബുലറി ഡെവലപ്മെന്റ് ആണ്. പദസൂര്യൻ തയ്യാറാക്കാൻ കൊടുത്താലും മതിയാകും. അപ്പോൾ കൂടുതൽ ആശയങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനെ സെന്റൻസ് ആക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് കൂടിയാണ് കുട്ടികൾക്ക് വരുന്നത്. രണ്ടാമത്തെ വാക്ക് ബലൂൺ എന്നുള്ളതാണ്. ബലൂണുമായി കുട്ടിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം അറിയാം അതെല്ലാം എഴുതണം. അവന്റെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടോ, നൊസ്റ്റാൾജിക് മൊമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവൻ അതിന് ആഗ്രഹമുണ്ടോ, ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് കൂടി ഉൾപ്പെടുത്തിയാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ വരികൾ കിട്ടുകയും കൂടുതൽ ആശയങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നമുക്ക് ഉദാഹരണങ്ങൾ കാണാതെ പഠിപ്പിക്കാൻ കഴിയില്ല. അവന്റെ ആശയമാണ് എഴുതേണ്ടത്. അപ്പൊ കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു കുട്ടി, നല്ല രീതിയിൽ വായിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ നല്ല പദസമ്പത്തുള്ള കുട്ടിക്ക് കൂടുതൽ എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്? ഒരു ടോപ്പിക്ക് കൊടുത്ത് അവനോട് സംസാരിക്കാനോ എഴുതാനോ ആവശ്യപ്പെടുക. സ്വന്തമായിട്ട് എഴുതട്ടെ. കുറച്ച് ടോപ്പിക്കുകൾ വേണമെങ്കിൽ ആശുപത്രി, റോഡ്, അല്ലെങ്കിൽ റോഡിലെ നിയമങ്ങൾ, കളിക്കൂട്ടുകാരൻ, ഞാൻ ഇന്ന് സ്കൂളിൽ, എൻ്റെ ഒരു ദിവസം, സ്കൂള്, ടീച്ചർമാർ, ഇങ്ങനെ ഓരോന്നും ഓരോ സബ്ജക്റ്റ് ബേസ് ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ മാവ്, പൂച്ചെടി, മണ്ണിര, മഴ, അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു ദിവസം ഒരെണ്ണം വീതമെങ്കിലും ഒരു ഉദാഹരണമായിട്ട് കൊടുക്കുക പരീക്ഷ വരെ. അപ്പൊ കുട്ടിക്ക് ധാരാളമായിട്ട് എഴുതാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ പത്തനംതിട്ട എന്ന വാക്ക് നൽകിയിട്ടുണ്ട്. ഇതില് എന്ന് പറയുന്ന ചിഹ്നവും ഈ എന്ന് പറയുന്ന ചിഹ്നവുമാണ് ചിഹ്നങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അക്ഷരങ്ങള് പത്തനംതിട്ട, ഈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ വാക്കുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോ എഴുതി നോക്കുക. എഴുതാനുള്ളൊരു വഴി എന്ന് പറയുന്നത്, അപ്പൊ ആദ്യത്തെ അക്ഷരം എടുക്കുക, പിന്നെ തൊട്ടടുത്തുള്ള അക്ഷരം പത്ത, ചിഹ്നം നോക്കുക, പത്തം, പത്തി. പത്തി എന്ന് പറയുന്ന വാക്ക് നമുക്ക് പരിചിതമാണ്. അപ്പൊ പത്തി എഴുതാം. ഇനി അടുത്തത് വീണ്ടും എഴുതുക, പനം. പനം അർത്ഥം ഉണ്ടോ എന്തോ എഴുതി നോക്കുക, തെറ്റോ ശരിയോ ആയിക്കോട്ടെ എഴുതുക. പനി, പനി എന്ന് പറയുന്ന വാക്കുണ്ട്. അടുത്തത് പത, പത, പത ഇവിടെ വന്നിട്ടില്ല. പത, അതിവിടെ വരും. പതി അങ്ങനെ വരും. പട്ട, പട്ടി, ഇഷ്ടംപോലെ വാക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഇവിടെ വെട്ടുപോയത് പതയുണ്ട്, പട്ടി എന്ന് പറയുന്ന വാക്കുണ്ട്. ഇനി അതേപോലെ ഇത്ത വെച്ച് വാക്കുകൾ തുടങ്ങൂല. ന വെച്ച് നിപ്പ, നിപ്പ, ന വള്ളി പ, നിപ്പ.
അങ്ങനെ ഓരോ അക്ഷരങ്ങളും നോക്കി പോകുന്നതായിരിക്കും കുട്ടികൾക്ക് വാക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായകരമായിട്ട് ഉള്ളത്. അപ്പോൾ നാളെ വിവരണമല്ലാതെ നമുക്ക് അക്ഷര തെറ്റുകളും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചെറിയ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.